നമസ്കാരം, എല്ലാവർക്കും മാത്സിക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ GH. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +2 ഫിസിക്സിന്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റില്. ഓക്കെ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ ഇതിന്റെ മുമ്പത്തെ ഇതൊരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. ഇതിന് മുമ്പ് 2-3 ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം ഇത് ഒരു ബാലൻസ് ടോപ്പിക് തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ടോപ്പിക്കാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്ത് നിർത്തിയത് എന്താണ് കൂളോംസ് ലോ, കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോം അതൊക്കെയായിരുന്നു. അപ്പോൾ കൂളോംസ് ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിലേക്ക് മറ്റൊരു ചാർജ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കൂളോംസ് ലോ ഉപയോഗിക്കുന്നത്. കൂളോംസ് ലോയിലൂടെ നമ്മൾ എന്താണ് പറഞ്ഞത്? F = 1/4πε0 Q1 Q2/r². അതായത് കൂളോംസ് ലോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞ് നമ്മൾ ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കൂളോംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ചാർജ് മറ്റൊരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൂളോംസ് ലോയുടെ കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൂളോംസ് ലോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജിനകത്ത് മറ്റു കുറെ ചാർജസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ് ആ ചാർജിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. അതായത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് there are a number of charges Q1 Q2 Qn around a charge Q, അതായത് Q എന്ന് പറയുന്ന ഒരു ചാർജിന് ചുറ്റും Q1 Q2 etc. up to Qn n number of charges ഉണ്ട്. then the total force acting on Q is the vector sum of forces on Q due to the individual charges. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ചാർജസ് ഇൻഡിവിജ്വലി ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്റ്റർ സം ആയിരിക്കും. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ക്യൂവിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാർജായ Q1 അപ്ലൈ ചെയ്യുന്ന F1 ഫോഴ്സ്, സെക്കൻഡ് ചാർജായ Q2 അപ്ലൈ ചെയ്യുന്ന F2 ഫോഴ്സ്, അങ്ങനെ എക്സെട്ര അപ് ടു Qn അപ്ലൈ ചെയ്യുന്ന Fn ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ F1 + F2 + Fn ആയിരിക്കും നെറ്റ് ആയിട്ടും ഈ ഒരു ക്യൂവിനകത്ത് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. Q എന്ന് പറയുന്ന ചാർജിന് ചുറ്റും Q1 Q2 Q3 എക്സെട്ര അപ് ടു Qn ചാർജസ് ഉണ്ടെങ്കിൽ നെറ്റ് ആയിട്ട് ആ ക്യൂവിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിൽ ഓരോ ചാർജും ഇൻഡിവിജ്വലി ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സം ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതിൽ F1 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്? കൂളോംസ് ലോ വെച്ച് തന്നെ എഴുതാം. 1/4πε0 Q1 Q2/r² ആയിരുന്നു. ഇവിടെ Q1 എന്ന് പറഞ്ഞാൽ ആരാണ്? Q ആണ്. അതായത് ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ആരാണ്? കാരണം ക്യൂവിൽ Q1 അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ Q1 ഇവിടെ ആരാണ്? Q × Q1 ഇവിടെയാണ് Q2. അതായത് Q എന്ന് പറയുന്ന ചാർജും Q2 അല്ലെങ്കിൽ Q1 എന്ന് പറഞ്ഞ ഒരു ചാർജും അതെന്താണ് ആക്ട് ചെയ്യുന്നത്? Q × Q1/r1² R1 ക്യാപ്പ്. ഈ R1 ക്യാപ്പ് എന്തിനാണ് നമ്മൾ ഇടുന്നത്? അതൊരു യൂണിറ്റ് വെക്ടർ ആണ്. R1 ക്യാപ്പ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അതിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടർ ആണ് എന്താണ്? R1 ക്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ F2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 രണ്ട് ചാർജസ്. ആരാണ് ഫോഴ്സ് കിട്ടുന്നത്? ഏത് ചാർജാണ് ഫോഴ്സ് കിട്ടുന്നത്? Q. ഏത് ചാർജാണ് ഫോഴ്സ് കൊടുക്കുന്നത്? Q2. അപ്പൊ Q × Q2/r2². R2 എന്ന് പറഞ്ഞാൽ എന്താണ്? Qവും Q2വും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അതാണല്ലോ നമ്മൾ കൂളോംസ് ലോ പറഞ്ഞ കാര്യം. R2 ക്യാപ്പ് എന്താണ്? അതിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ Fn എന്താണ്? 1/4πε0 Q × Qn/Rn². Rn ക്യാപ്പ്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് എടുക്കുന്നത്? ഇൻഡിവിജ്വൽ ഫോഴ്സസ് എടുക്കുന്നത് നമ്മുടെ കൂളോംസ് ലോ വെച്ച് തന്നെയാണ്. അതായത് ഒരു ചാർജ് മറ്റൊരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇൻഡിവിജ്വൽ എടുക്കുന്ന നമ്മുടെ ഫോഴ്സുകൾ. അങ്ങനെ ഓരോ ഫോഴ്സിന്റെയും വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ബാക്കി ചാർജുകളുടെ ടോട്ടൽ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഈ ഓരോ ചാർജും ഈ ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ എന്താ പറയും? ഫോഴ്സ് ഓൺ എ ചാർജ്, ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡ്യൂ ടു മോർ ദാൻ 2 ചാർജസ്, രണ്ട് ചാർജസിൽ കൂടുതൽ ചാർജസ് ഒരു ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ട് ചാർജസിൽ കൂടുതൽ ചാർജസ് വേറൊരു ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ് ചാർജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെറ്റ് ഫോഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നതിനെ പറ്റിയാണ്. എന്താണ് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ മാഗ്നറ്റ്സിൻ്റെ ഒക്കെ കേസിൽ ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണി അതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് ആ ആണിയിൽ ഒട്ടിപ്പിടിക്കും. എന്നാൽ ആ ആണി ഒരു കുറേ ദൂരം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ആണി ആ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. കാരണം എന്താ, ആ ഒരു മാഗ്നറ്റിന് ആണിയിൽ എത്തിച്ചേരാൻ ആ ആണിയോട് ആ ഒരു നെയിലിനോട് ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലേ, അത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മാഗ്നറ്റ് എവിടെ ഇരിക്കുന്ന ഒരു നെയിലിനെയും എന്തോ ചെയ്തില്ല, അട്രാക്ട് ചെയ്തില്ല. ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ഒരു നെയിലിനെ മാത്രമേ ഇതിൽ അട്രാക്ട് ചെയ്തുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫോഴ്സ് അതിനെ എക്സേർട്ട് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് എന്ന് പറയുന്നത് ഒരു പരിധിയാണ്. അതായത് അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഫോഴ്സിനെ അതിനെ എക്സേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലും ഒരു ഇലക്ട്രിക് ചാർജിനും ഒരു ഫോഴ്സ് ഉണ്ട്. കൂളോംസ് ലോ വെച്ച് ഒരു ഇലക്ട്രിക് ചാർജിനും മറ്റൊരു ചാർജിന്റെ മേൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് എത്രയാണ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്, ഫോഴ്സ് എത്രയാണെന്നും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഈ ഫോഴ്സിന്റെ റേഞ്ച് എത്രയാണ്, എന്താണ് ഈ ഫോഴ്സിന്റെ റേഞ്ച്, എവിടം വരെ എത്തും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജിന് അതിന്റെ എത്രമാത്രം റേഞ്ചിൽ ആ ഒരു ഫോഴ്സ് അതിനെ ആക്ട് ചെയ്യാൻ പറ്റും, ആ ഫോഴ്സ് മറ്റൊരു ചാർജിൽ അതിനെ ആക്ട് ചെയ്യാൻ പറ്റും, അതിനെ പറയുന്ന പേരാണ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ്. അതായത് സ്പേസ് അറൌണ്ട് ആൻ ഇലക്ട്രിക് ചാർജ്, ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റുമുള്ള സ്പേസ് where an electrostatic force is experienced by another charge. ഈ ഒരു സ്പേസിലുള്ള ഏത് ചാർജിനും ഈ ഒരു ചാർജ് മൂലമുള്ള ഇതൊരു Q1 ആണെങ്കിൽ ഇതൊരു Q2 ആണെങ്കിൽ ഈ ഒരു സ്പേസിനകത്തിരിക്കുന്ന ഏത് ചാർജിനും ഈ Q1 മൂലം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. എന്നാൽ ഈ സ്പേസിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഈ Q2 ഈ സ്പേസിന് വെളിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ചാർജിന് ഈ ഒരു Q2യിലേക്ക് അതിന്റെ ഫോഴ്സ് എത്തിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഏത് ചാർജിനായാലും അതിന്റെ ഫോഴ്സ്, അത് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് അതിന് ഏത് പരിധി വരെ എത്തിക്കാൻ പറ്റും, അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സ്പേസ് അറൌണ്ട് ആൻ ഇലക്ട്രിക് ചാർജ് വേർ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്. ഒരു ചാർജിന് ചുറ്റുമുള്ള മറ്റൊരു ചാർജിന് ഏത് പരിധി വരെ ആ ഒരു ചാർജിന് ഫോഴ്സ് കിട്ടും, അതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന് മറ്റൊരു ചാർജിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റും. അത് ഏത് റേഞ്ച് വരെ പറ്റും, അതായത് ഏത് പരിധി വരെ പറ്റും, അതിന്റെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരുന്നാൽ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ ആ കോർ ചാർജിന് പറ്റാതെ വരും. അപ്പൊ ഏത് റേഞ്ച് വരെ ആ സെന്ററുള്ള ചാർജിന് ആ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റുന്നോ ആ റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത, എത്രമാത്രം. അതായത് ഇപ്പൊ നമ്മൾ മാഗ്നറ്റിന്റെ കേസ്, നമുക്ക് മാഗ്നറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി ലൈഫ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു മാഗ്നറ്റിന്റെ കേസിൽ നെയിൽ വളരെ അടുത്താണെങ്കിൽ അത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. കുറച്ച് ദൂരം കൂടുന്തോറും അട്രാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും. അതായത് ദൂരം കൂടുന്തോറും പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനൊരു ടെൻഡൻസി കാണത്തില്ല. അപ്പൊ ആ ഒരു ഐഡിയയിൽ നിന്ന് എന്ത് മനസ്സിലാവും, അതായത് എത്രമാത്രം ദൂരോട്ട് പോകുന്നോ അത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള അതിന്റെ കഴിവെന്ന് പറയുന്നത് കുറഞ്ഞു വന്നാണ് അതൊട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യാത്ത മറ്റൊരു പരിധിയിലേക്ക് പോകുന്നത്. ആ ഫൈനൽ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫൈനൽ പോയിന്റ്, അവിടം വരെയാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഏത് റേഞ്ചിലായാലും, ഈ റേഞ്ചിനുള്ളിൽ ഏത് പൊസിഷനിലായാലും എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒരു ലിമിറ്റിനെ പറയുന്ന പേരാണ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി at a point is the force experienced by unit positive charge placed at that point. അതായത് ഒരു ചാർജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു റേഞ്ചിൽ, ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമ്മൾ വേറൊരു ചാർജ് കൊണ്ട് വെക്കുകയാണ്. ഒരു ചാർജ് നമ്മൾ എടുത്ത ശേഷം അതിന്റെ വേറൊരു റേഞ്ചിൽ മറ്റൊരു ചാർജ് കൊണ്ട് വെക്കണം. വെക്കുന്ന ചാർജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു റേഞ്ചിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനകത്ത് നമ്മുടെ കോർ ചാർജിന്, അതായത് നമ്മൾ പരിഗണിക്കുന്ന ചാർജിന് എത്രമാത്രം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് ഒരു ചാർജിൽ നിന്നും ഒരു പർട്ടിക്കുലർ ദൂരത്തിൽ ഇരിക്കുന്ന ഒരു ചാർജ്, മറ്റൊരു യൂണിറ്റ് ചാർജ്, അതിനൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഈ യൂണിറ്റ് ചാർജിന് ദൂരം കൂടുന്തോറും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് വ്യത്യാസം വരും. അപ്പൊ ഏത് പോയിന്റിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് ചാർജിന് എത്രമാത്രം അതിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ആ പോയിന്റിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിലായല്ലോ. ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ കൂടുതലായിട്ട്
ഇതൊരു തിയറി മാത്രമാണ്. അതിന്റെ ഒരു ഐഡിയയിലേക്ക് പോകുമ്പോൾ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ്, നമ്മുടെ ചാർജ് എന്താണ്? ക്യൂ എന്ന് പറയുന്ന ചാർജ് നമ്മുടെ പോയിന്റ് പി ആണ്. ഈ പി എന്ന് പറയുന്ന പോയിന്റിലാണ് ഞാൻ ആരെ കൊണ്ടുവെക്കുന്നത്? ഒരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുവെക്കുന്നത്. ഈ പോയിന്റ് പി എന്ന് പറയുന്നത് ഏത് ദൂരം വേണമെങ്കിലും ആവാം. തൽക്കാലം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന പി എന്ന് പറയുന്ന പോയിന്റ്, പി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ടെസ്റ്റ് ചാർജ് ആയിട്ട് ഞാൻ എടുക്കുന്നത് എന്താണ്? ഡെൽറ്റ ക്യൂ ആണ്. അതായത് ഇത് ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി മറ്റൊരു ചാർജ് ആയ ഡെൽറ്റ ക്യൂ ഈ ഒരു പോയിന്റിൽ ഞാൻ കൊണ്ടുവെക്കുക. ഏത് പോയിന്റിൽ? പി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവെക്കണം. പി എന്ന് പറയുന്ന പോയിന്റ് ക്യൂവിൽ നിന്ന് എത്ര ദൂരെയാണ്? ആർ ഡിസ്റ്റൻസ് ദൂരെയാണ്. ഇനി അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ ക്യൂ ഉണ്ട്, ഇവിടെ ഡെൽറ്റ ക്യൂ ഉണ്ട്. നമ്മുടെ കൂളോംസ് ലോ അപ്ലൈ ചെയ്യണം. കൂളോംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by r² ആയിരുന്നു. ഇവിടുത്തെ Q1 എന്താണ്? Q ആണ്. ഫസ്റ്റ് ചാർജ് എന്താണ്? Q ആണ്. Q2 എന്താണ്? അത് സെക്കൻഡ് ചാർജ്. ഏത് ചാർജിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്? അതേതാണ്? ഡെൽറ്റ ക്യൂ ആണ്. ഡെൽറ്റ ക്യൂ എന്താണ്? നമ്മുടെ ടെസ്റ്റ് ചാർജ് ആണ്. ഏത് ക്യൂ മൂലം ഡെൽറ്റ ക്യൂവിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഡെൽറ്റ ക്യൂ കൊണ്ട് വെച്ചു. Q1 Q2 പകരം ഡെൽറ്റ ക്യൂ ബൈ എത്ര ദൂരം? ക്യൂവിനും ഡെൽറ്റ ക്യൂവിനും ഇടയ്ക്ക് എത്ര ദൂരം? r ദൂരം ബൈ r² എന്ന് എഴുതി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് ആണ്. അപ്പം നമുക്കറിയാം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 ന്യൂട്ടൺ ഫോഴ്സ് എന്താ പറയുക 10 കൂളോംബിൽ 10 കൂളോം ചാർജിനകത്ത് 100 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കൂളോംബിനകത്ത് എത്ര ആക്ട് ചെയ്യും? 10 ന്യൂട്ടൺ ആക്ട് ചെയ്യും. ഒരു കൂളോംബിനകത്ത് എത്ര ആക്ട് ചെയ്യും? 10 ന്യൂട്ടൺ ആക്ട് ചെയ്യും. അതുപോലെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞു നോക്കാം. ഡെൽറ്റ ക്യൂ ചാർജിനകത്ത് എഫ് ഫോഴ്സ് ആക്ട് ചെയ്യുമെങ്കിൽ ഒരു കൂളോംബിന് എത്ര ആക്ട് ചെയ്യും? എഫ് ബൈ ഡെൽറ്റ ക്യൂ ആക്ട് ചെയ്യും. എഫ് ബൈ ഡെൽറ്റ ക്യൂ ആണ്. അതെന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r² എന്ന് വരും. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതുമ്പം, അതായത് ഡെൽറ്റ ക്യൂ ചാർജിനകത്ത് ക്യൂ ചാർജ് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും? ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യും. പറഞ്ഞ് മനസ്സിലായല്ലോ? ഡെൽറ്റ ക്യൂ ചാർജിനകത്ത് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു കൂളോം ചാർജിനകത്ത് എത്ര ആക്ട് ചെയ്യുമെന്ന് വെക്കാൻ ആ ഫോഴ്സിനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 കൂളോം ആവും. അപ്പൊ 1 കൂളോമിനകത്ത് ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യും. എഫ് ബൈ ഡെൽറ്റ ക്യൂ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ ഈ ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 എന്ന് എഴുതും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 എഫ് ബൈ ഡെൽറ്റ ക്യൂ എന്ന് എടുത്തെഴുതും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാർജ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ചെറിയൊരു ചാർജ് അല്ല എന്നുണ്ടെങ്കിൽ, ഡെൽറ്റ ക്യൂ ഒരു ഉയർന്ന ചാർജ് ആണെങ്കിൽ അതിനും ഒരു ഫീൽഡ് കാണും അല്ലേ? ആ ചാർജിനും ഒരു ഫീൽഡ് കാണും. ആ ഫീൽഡും നമ്മുടെ ക്യൂ ചാർജിന്റെ ഫീൽഡും കൂടെ ഇന്ററാക്ട് ചെയ്ത് നെറ്റ് ഫോഴ്സിന് വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ക്യൂ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത ഫോഴ്സ് ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഫോഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ക്യൂ മാത്രമായി ഈ പോയിന്റിൽ എത്ര ഫോഴ്സ് കൊടുക്കാൻ പറ്റും, ക്യൂവിന് സ്വന്തമായി ഈ പോയിന്റിൽ എത്ര ഫോഴ്സ് കൊടുക്കാൻ പറ്റും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഒരു വലിയ ചാർജ് ആണെങ്കിൽ അതിനും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ ഫീൽഡും ക്യൂ ചാർജിന്റെ ഫീൽഡും കൂടി ഇന്ററാക്ട് ചെയ്തുള്ള ഫോഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഡെൽറ്റ ക്യൂ ചാർജ് വളരെ ചെറിയൊരു ചാർജ് ആണ്, അതിന് സ്വന്തമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 എഫ് ബൈ ഡെൽറ്റ ക്യൂ എന്ന് എഴുതുന്നത്. ഈ ഒരു ടേമിനെ ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 എഫ് ബൈ ഡെൽറ്റ ക്യൂ എന്ന് എഴുതുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഒരു ഐഡിയ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r². അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് പറയുന്നത്? ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോഴ്സ് അതിന് എത്രമാത്രം റേഞ്ചിൽ എക്സേർട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യത്തിനാണ്, അല്ലെങ്കിൽ ആ ഒരു റീജിയനെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചത്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ? ആ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഒരു ഇലക്ട്രിക് ചാർജിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് ആ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പറ്റുന്നത് കുറെ ഒരു ലൈൻസ് ആയിട്ടായിരിക്കും. ആ ലൈൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ
path along which a unit positive charge would move if it is free to do so. ഒരു പോസിറ്റീവ് ചാർജിന്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ഒരു അവസരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് ഏതൊക്കെ പാത്തിൽ കൂടെ മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആയിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു പോസിറ്റീവ് ചാർജിന്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ നമ്മളൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ, ആ പാത്ത്, അതായത് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തുകളെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. അതൊരു കൺസെപ്റ്റ് ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എഴുതാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അത് മറ്റൊരു ചാർജിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമല്ലോ. ആ എക്സേർട്ട് ചെയ്യുന്നത് കുറെ ലൈൻസ് ഓഫ് ഫോഴ്സ് ആയിട്ടായിരിക്കും. ആ ലൈൻ, ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ അത് എടുക്കുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്. ഏതൊക്കെ പാത്തിലൂടെ അതിനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുമോ ആ പാത്തിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ചാർജസിന്റെ ഇന്ററാക്ഷൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഇന്ററാക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് കഴിഞ്ഞ ഉടനെ അത് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി മാത്രം അറിഞ്ഞിരിക്കണം. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതിന്റെ ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ റെപ്രസെന്റ് ചെയ്യും. പോസിറ്റീവ് ചാർജിൽ നിന്നും ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എറൈസ് ചെയ്യുന്നതായിട്ട്, അതായത് പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയും നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇലക്ട്രിക് ചാർജസിന്റെ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് ചാർജസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലേക്കുമാണ്. അപ്പൊ ഒന്നുകൂടെ ആ പോയിന്റ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസിന്റെ കേസിൽ അതിന്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലേക്കാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ തന്നെ നോക്കാം. ഒരു പോസിറ്റീവ് ചാർജ് മാത്രം എടുക്കണം. ഈ ക്യൂ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് മാത്രം എടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഫോഴ്സ് ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലായിരിക്കും. അതായത് അതിൽ നിന്നും എങ്ങോട്ട് വേണമെങ്കിൽ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ബോളിൽ നിന്നും ഏതൊരു ഡയറക്ഷനിലേക്ക് ഒരു സർക്കിൾ, ഇപ്പൊ ഇതാണ് നമ്മുടെ ചാർജ് എങ്കിൽ ഈ ഒരു സർക്കിളിലേക്ക് ഇതാണ് അതിന്റെ ഫീൽഡ് ആയിരിക്കും. ഒരു ചാർജ് എന്ന് പറയുന്നത് ഒരു സർക്കിളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഈ ഒരു ഫീൽഡിലായിരിക്കും എന്തെന്ന് പറയുന്നത്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഒരു ഔട്ടർ സർക്കിൾ ആണെങ്കിൽ ആ ഒരു ഔട്ടർ സർക്കിളിൽ ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ഒരു ചാർജിലേക്ക് അതിന്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇവിടെ ചാർജ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഫോഴ്സ്. അപ്പൊ ഇങ്ങനെ ഏത് ലൈൻസ് ആയിട്ടായിരിക്കും അതിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള ഏത് ചാർജിലേക്കും അതിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പാത്താണ് നമ്മൾ വരച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതൊരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ആ ഫോഴ്സ് ലൈനിനെ നമ്മൾ പോസിറ്റീവ് ചാർജിൽ നിന്നും എറൈസ് ചെയ്യുന്നതായിട്ടാണ് വരയ്ക്കുന്നത്. എല്ലാ ചാർജും പോസിറ്റീവ് ചാർജിൽ നിന്നും എറൈസ് ചെയ്യുന്നതായിട്ടാണ് വരയ്ക്കുന്നത്. ഇനി അതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ സെയിം തന്നെയാണ്. അതായത് ചാർജ് ഫീൽഡ് ലൈൻസ് കാണാൻ സെയിം ആണെങ്കിലും അതിന്റെ ഡയറക്ഷൻ മാത്രം മാറും. നെഗറ്റീവ് ചാർജിന്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞത്, എല്ലാ ഫീൽഡ് ലൈൻസും അതിലേക്ക് വന്ന് എൻഡ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും, അതിലേക്ക് വന്ന് എൻഡ് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. ഇതാണ് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ചാർജസിന്റെ ഐസൊലേറ്റഡ് ഫിഗേഴ്സ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്. കാരണം ഇതൊരു ഇൻഡിവിജ്വൽ പോസിറ്റീവ് ചാർജ്, ഇതൊരു ഇൻഡിവിജ്വൽ നെഗറ്റീവ് ചാർജ്. ഇത് തമ്മിൽ ഇന്ററാക്ഷൻ ഒന്നുമില്ല. ഇത് ഇൻഡിവിജ്വലി വരച്ചേക്കാണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ ചേർന്നിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ തമ്മിൽ കോണ്ടാക്ട് അല്ല, അത് രണ്ടും തമ്മിലൊരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ട്, ഫോഴ്സ്ഫുൾ ഇന്ററാക്ഷൻ ഉണ്ട്. അത് രണ്ടും തമ്മിലൊരു ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ട്. പക്ഷെ അത് രണ്ടും കോണ്ടാക്റ്റിലല്ല, അത് രണ്ടും ദൂരെ തന്നെയാണ്. പക്ഷെ അത് രണ്ടും എന്തോ ചെയ്യാണ്, ഒരു ഇന്ററാക്ഷനിൽ ഇരിക്കുകയാണ്. ആ ഇന്ററാക്ഷൻ ആണ് അവിടെ എന്തോ ചെയ്യുന്നത്, ഒരു ഫീൽഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ പോസിറ്റീവിൽ നിന്നും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യും. പോസിറ്റീവിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യും. എവിടെ ചെന്ന് എൻഡ് ചെയ്യും, നമ്മുടെ നെഗറ്റീവ് ചാർജിൽ പോയി എൻഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നത്. പോസിറ്റീവിൽ നിന്നും ചാർജ് റൈസ് ചെയ്ത് നെഗറ്റീവിൽ പോയി എൻഡ് ചെയ്യും. പോസിറ്റീവിൽ നിന്നും ചാർജ് റൈസ് ചെയ്ത് നെഗറ്റീവിൽ പോയി എൻഡ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ഫിഗർ വരുന്നത്. ഇനി നമ്മുടെ അടുത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പോസിറ്റീവ് ചാർജ്, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ആകുമ്പോഴാണ് അതിനെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിച്ചത്. ഇനി രണ്ടും സെയിം ചാർജസ് ആണെങ്കിൽ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പോസിറ്റീവ് ചാർജ് മാത്രമേ എടുക്കുന്നുള്ളൂ.
രണ്ടും പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ററാക്ഷൻ? ഇതിന്റെ ഫീൽഡ് ലൈൻസ് ഇതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും, ഇതിൽ നിന്നും ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് തമ്മിൽ ഒരിക്കലും കോൺടാക്ട് വരത്തില്ല. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്ത് ഒരിക്കലും ഇതുമായിട്ട് കോൺടാക്ട് വരത്തില്ല. കാരണം എന്താ? ഇത് രണ്ടും റിപ്പൽ ആണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്കറിയാം സെയിം ചാർജസ് എന്തോ ചെയ്യത്തുള്ളൂ, റിപ്പൽ ചെയ്ത് പോകത്തുള്ളൂ. ഇതിൽ നിന്ന് അറൈസ് ചെയ്ത ഫീൽഡ് ലൈൻസ് എന്തോ ചെയ്യത്തില്ല, ഇതുമായിട്ട് കോൺടാക്ട് വരാതെ ഇതിൽ നിന്ന് വരുന്ന ഫീൽഡ് ലൈൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് റിപ്പലായി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ നോക്കെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുമായിട്ട് അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എറൈസ് ആയത് ഈ നെഗറ്റീവിൽ വന്ന് എൻഡ് ആവും. ഇവിടെ നോക്കെ ഇവിടെ പോസിറ്റീവിൽ നിന്ന് എറൈസ് ആയത് ഈ പോസിറ്റീവിൽ നിന്ന് എറൈസ് ആയതുമായിട്ട് ചേർന്ന് ഇന്ററാക്ട് ചെയ്ത് റിപ്പൽ ചെയ്ത് മാറിപ്പോവും. അതുകൊണ്ട് രണ്ടും സെയിം ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഇന്ററാക്ഷൻ ആണ്. രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഇന്ററാക്ഷൻ ആണ്. രണ്ടും ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അതിനെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് കൂടി നമ്മൾ വിളിക്കും. ഇപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൂലമാണ് ഒരു ചാർജ് മറ്റൊരു ചാർജിൽ എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് എവിടം വരെ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ മൂവ് ചെയ്ത് പോകാൻ പറ്റുമോ ആ റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചത്. ഇനി അത് നമ്മൾ ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ്, ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജിലാണെങ്കിൽ എന്ത്, ഒരു സിംഗിൾ നെഗറ്റീവ് ചാർജിലാണെങ്കിൽ എന്ത്, ഒരു ഇലക്ട്രിക് ഡൈപോളിലാണെങ്കിൽ ആ ഫീൽഡ് ലൈൻ എങ്ങനെ, രണ്ടും സെയിം ചാർജസ് ആണെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആ ഒരു ഇന്ററാക്ഷൻ വരുന്നത് പല കാര്യങ്ങളിൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസിലേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്? അതിന്റെ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലും, അതിന്റെ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലും, എൻഡ് ചെയ്യുന്നത്, അതായത് അത് വന്നു ചേരുന്നത്, ആ ഫീൽഡ് ലൈൻ വന്നു ചേരുന്നത് നെഗറ്റീവ് ചാർജിലായിരിക്കും. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലും അത് എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലുമായിരിക്കും. അതുപോലെ തന്നെ ഫോർ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി. അതായത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മളൊരു പോസിറ്റീവ് ചാർജ് മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും, അത് എൻഡ് ചെയ്യുന്നത് ഒരു ഇൻഫിനിറ്റിയിൽ പോയി എൻഡ് ചെയ്യുന്നതായിട്ട് നമ്മളങ്ങ് കൺസിഡർ ചെയ്യും. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനകത്ത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ളൂ എങ്കിൽ ആ പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലും എൻഡ് ചെയ്യാൻ ഒരു നെഗറ്റീവ് ചാർജ് അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എൻഡ് ചെയ്യുന്നത് ഒരു ഇൻഫിനിറ്റിയിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തിന്റെ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ്. അതായത് ചാർജ്, അതായത് ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഫീൽഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ചാർജ് ആ ഫീൽഡ് ലൈനിൽ വന്നാൽ അത് ആ ഫീൽഡ് ലൈനിന്റെ ആ ഒരു ചാർജിന്റെ ഫീൽഡ് ലൈനുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ ഇന്ററാക്ട് ചെയ്തില്ല എങ്കിൽ, അതായത് മറ്റൊരു ചാർജ് അതായത് ഒരു ചാർജിന്റെ ഫീൽഡ് ലൈൻസിന്റെ പാത്തിൽ മറ്റൊരു ചാർജ് ഇല്ല എങ്കിൽ ഈ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു ചാർജിന്റെ ഫീൽഡ് ലൈനിൽ മറ്റൊരു ചാർജ് വന്നാൽ ആ വരുന്ന ചാർജിന്റെ ഫീൽഡ് ലൈനും ഈ നമ്മുടെ ഫീൽഡ് ലൈൻ, അതായത് നമ്മൾ കൺസിഡർ ചെയ്ത ചാർജിന്റെ ഫീൽഡ് ലൈനുമായിട്ട് എന്തോ ചെയ്യും? ഇന്ററാക്ട് ചെയ്ത് പാത്തിൽ വേരിയേഷൻ വരും. അല്ല എങ്കിൽ, അങ്ങനെ ഒരു ഇന്ററാക്ഷൻ വന്നില്ല എങ്കിൽ ആ ഒരു ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി നമ്മുടെ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതായത് ഇപ്പൊ നമ്മുടെ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ഒരുപാട് എന്തോ ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനുമായിട്ട് എന്തോ ചെയ്യത്തില്ല? ഇന്ററാക്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇന്ററാക്ട് അല്ല, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇന്റർസെക്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ലൈൻ മറ്റൊരു ഫീൽഡ് ലൈനെ ക്രോസ് ചെയ്ത് പോകത്തില്ല. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല, ഇന്റർസെക്ട് ചെയ്യുകയില്ല. ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ രണ്ട് ഫീൽഡ് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യത്തില്ല, അത് രണ്ടും കൂട്ടിമുട്ടത്തില്ല. അതിന് ഒരു ചോദ്യമാണ്. ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ഇന്റർസെക്ട് ചെയ്യാത്തത് എന്ന് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ് മിക്കപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. അതായത് ഒരു യൂണിഫോം ആയിട്ടുള്ള, അതായത് വേരിയേഷൻ ഇല്ലാത്ത, എല്ലാ സ്ഥലത്തും തീവ്രത സെയിം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്
പാരലൽ ലൈൻസ് ആയിട്ടായിരിക്കും. അതായത് ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എല്ലാം ഇന്റൻസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതിന്റെ കാര്യം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. തൽക്കാലം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഇന്ററാക്ഷൻ എല്ലായിടത്തും യൂണിഫോം ആണെങ്കിൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്. ഇതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഈ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരിടത്ത് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഇതേ ഏരിയയിൽ തന്നെ ഫീൽഡ് ലൈൻസ് രണ്ടെണ്ണേ ഉള്ളൂ. ഒരു ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജിയനിൽ ഈ ഒരു ലെങ്തിൽ ഈ ഒരു ഏരിയയിൽ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലാണ്, 4 എണ്ണം ഉണ്ട്. ഈ ഒരു മറ്റൊരു ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് 2 എണ്ണേ ഉള്ളൂ എങ്കിൽ ഈ 2 ചാർജ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫീൽഡ് ലൈൻസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടുതൽ എണ്ണമുള്ള ചാർജിനാണ് അതിന്റെ സ്ട്രെങ്ത് കൂടുതൽ. അതായത് ഒരു ചാർജിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ചെറിയ സ്പേസിലൂടെ ഒരുപാട് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ടെങ്കിൽ ആ ചാർജിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പം നമ്മളിപ്പോ ഒരു യൂണിഫോം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, കുറെ എണ്ണം പാരലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, എല്ലായിടത്തും ഒരേ യൂണിഫോം ആണ്. ഇനി കുറെ ഇന്റൻസിറ്റി ഒരുപാട് നമ്മുടെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് മൂവ് ചെയ്ത് പല ഡയറക്ഷൻ. ഇതിപ്പോ പാരൽ ലൈൻസ് അല്ല. അപ്പൊ ഈ ഒരു പോയിന്റിൽ ഇന്റൻസിറ്റി അല്ല ഈ ഒരു പോയിന്റിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെ? സെയിം ഏരിയ ആണ്. സെയിം ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ 2 ലൈൻസേ ഉള്ളൂ, ഈ ഒരു പോയിന്റിൽ 4 ലൈൻസ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലും, ഈ ഒരു പോയിന്റിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ പാരലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാലോ കുറെ ലൈൻസ് പാരലാണല്ലോ. ഈ ഏരിയയിൽ 4 ലൈൻസ്, ഈ ഏരിയയിൽ 4 ലൈൻസ്. അപ്പൊ ഇവിടുത്തെ ഇന്റൻസിറ്റി തന്നെയാണ് ഇവിടുത്തെ ഇന്റൻസിറ്റി. അപ്പൊ രണ്ടിടത്തും യൂണിഫോം ആണ്. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നത് പാരൽ ലൈൻസ് ആണ്. ഇനി ലൈൻസിന്റെ എണ്ണം കൂടിയാൽ അതേ ഏരിയയിൽ തന്നെ വേറൊരു ചാർജ് ആണെങ്കിൽ 5 ലൈൻസ് ആണെങ്കിൽ അതിന് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പം നമ്പർ ഓഫ് ലൈൻസ് എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ കടത്തിവിടാൻ ഒരു ചാർജിന് കഴിവുണ്ടോ ആ ചാർജിന് കൂടുതൽ സ്ട്രെങ്ത് കാണും. അപ്പൊ നമ്മൾ എന്താ പറയുക, നമ്പർ ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ചാർജിന്റെ ലൈൻസ് ഒരു ചെറിയ ഏരിയയിലൂടെ കടത്തിവിടാൻ പറ്റും. അപ്പൊ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ ടാൻജന്റ് ഡ്രോൺ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പോയിന്റ്, ഇപ്പൊ ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ ഈ ചാർജിൽ നിന്നും ഒരു ഫീൽഡ് ലൈൻ മൂവ് ചെയ്യാണ്. ഇപ്പൊ അതിന്റെ ഡയറക്ഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇതാണ് അതിന്റെ ഡയറക്ഷൻ എന്ന്. ഇപ്പൊ നമ്മൾ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഡൈപോൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചോ, ഇതാണ് അതിന്റെ ഫീൽഡ് ഓഫ് ഇന്ററാക്ഷൻ, അല്ലെ? അത് കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ അല്ല, അത് ഇങ്ങനെ ഒരു ആർക്ക് ഷേപ്പ് ആണെന്ന് വെച്ചോ. അപ്പൊ ഈ ഒരു പോയിന്റിൽ ഏത് ഡയറക്ഷനിലോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കണം. അപ്പൊ ആ പോയിന്റിൽ ഈ ഒരു ഫീൽഡ് ലൈനിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്നും ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ആ പോയിന്റിലെ ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ടാൻജന്റ് ഡ്രോൺ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഒരു ഫീൽഡ് ലൈനകത്തെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്നും നമ്മൾ ആ ഫീൽഡ് ലൈനിൽ ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും ആ ഫീൽഡ് ലൈനിൽ ആ പോയിന്റിലെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കാര്യം വ്യക്തമായി കാണുമല്ലോ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യത്തില്ല. എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഡൈപോൾ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജിൽ നിന്നും എറൈസ് ആവുന്ന ഒരു ഫീൽഡ് ലൈൻ അത് എന്ത് ചെയ്യും എവിടെ? നമ്മുടെ നെഗറ്റീവ് ചാർജിൽ വന്ന് എൻഡ് ചെയ്യും. ഒരിക്കലും അത് നെഗറ്റീവ് ചാർജിൽ നിന്ന് തിരിച്ച് പോസിറ്റീവ് ചാർജിലേക്ക് വരില്ല. അത് സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യും. തിരിച്ചത് വന്നിരുന്നെങ്കിൽ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയേനെ. ഒരിക്കലും അത് വരാത്ത സ്ഥിതിക്ക് അതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ല. അത് പോസിറ്റീവിൽ നിന്നും റൈസ് ചെയ്ത് നെഗറ്റീവിൽ പോയി എൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യില്ല.
അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഈ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ഒരു ഡൗട്ട് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സോൾവ് ചെയ്ത് തിരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം പറഞ്ഞ പോർഷൻസ് സ്റ്റുഡൻസ് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുന്നുണ്ടോ എന്ന് പാരന്റ്സ് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഈ ഇത്രയും ചാപ്റ്ററിന്റെ നോട്ട്സ് തീർച്ചയായും ഉടനെ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ എത്തിക്കുന്നതായിരിക്കും ഇതിന്റെ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.